ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കൂവ പായസം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ കൂവപ്പൊടി കണ്ട വെള്ളത്തിൽ നന്നായി കലക്കി വെച്ചു. അതിന് ശേഷം ആ വെള്ളം കണ്ടില്ല, അതിൽ ചെറുതായൊരു കരടും പൊടി പോലെ ഉണ്ടായിരുന്നു. വെയിലത്ത് വെച്ച് ഉണക്കുമ്പോഴൊക്കെ മീത അടച്ചു വെച്ചിട്ടൊക്കെ തന്നെയാണ് ഉണക്കുക, എന്നാലും ഒരു പൊടി പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഊറ്റി കളഞ്ഞു കേട്ടോ. അതിന് ശേഷം ഞാൻ അടുപ്പത്ത് കയറ്റി വെച്ചു. പിന്നെ നന്നായി ഒപ്പം ഇളക്കണം. ഇളക്കിയിട്ടില്ലെങ്കിൽ എന്താണെന്നറിയോ, അടി പിടിക്കും വേഗം. ഈ കൂവപ്പൊടി വേഗം അടി പിടിക്കുന്ന സാധനമാണ്. അപ്പോൾ പുകച്ചൂര് മണം വരും. അപ്പോൾ അതിനെ ഒപ്പം ഇളക്കിയിട്ട് വേണം നിൽക്കാൻ. ഒരാളടുത്ത് തന്നെ നിൽക്കണം. ഇത് അടുപ്പത്ത് വെച്ചിട്ട് എങ്ങോട്ടും പോവാമെന്ന് വിചാരിക്കേണ്ട. നന്നായി ഇളക്കി അവിടെ തന്നെ അടുത്ത് തന്നെ നിൽക്കണം. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഉണ്ണിക്ക് കാണാൻ പറഞ്ഞിട്ട് ഉണ്ണീനെ നിർത്തിയിട്ടാട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതാ ശർക്കര പാനിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാളികേരം ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് ഞാൻ ഒരു നാളികേരമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതാണ്ട കൂവൊന്ന് ഇതായി വന്നു, കുറുകി വന്നു. അതിലേക്ക് ഞാൻ ശർക്കര പാനി ഒഴിക്കുകയാണ്. നന്നായി ശർക്കര പാനിയാക്കിയത് നന്നായി ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കേട്ടോ. എനിക്ക് നല്ല മധുരം വേണ്ട, ചിലവർക്കൊക്കെ നല്ല മധുരം വേണമല്ലോ. അത്രയ്ക്ക് മധുരം ഇവിടെ ഉള്ളവർക്ക് ആവശ്യമില്ല, എന്നാലും പാകത്തിന് നല്ല ഇതിൽ എന്നാൽ മധുരം വേണേന് അങ്ങനെ. അപ്പോൾ അതിനായിട്ട് അത് ഒഴിക്കുക. ഇനി നാളികേരം, ഒരു നാളികേരത്തിൻ്റെ ഫുള്ള് ഞാൻ അതിലേക്ക് ഇട്ടു കേട്ടോ. ഒരു നാളികേരത്തിൻ്റെ കണ്ടില്ലേ, നല്ല നാളികേരം അങ്ങനെ ഒപ്പം. ചിലർ നെയ്യിലൊക്കെ വറുത്തിട്ട് നാളികേരം ഇതാക്കിയിട്ടൊക്കെ ഇടുക. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ല. നെയ്യ് അങ്ങനെ ഇഷ്ടമല്ലാത്ത കാരണമല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഞാനിതാ നന്നായി, ഇതാണ് സ്വാദ് ഇതിൻ്റെ. ഈ ഇപ്പോൾ നാളികേരത്തിൻ്റെ പാലൊക്കെ ഇതിലേക്ക് കൊണ്ട് പിടിക്കും കണ്ടില്ലേ. നന്നായി ഇളക്കി നന്നായി ഇളക്കണം കേട്ടോ. ശർക്കര പോരാച്ചിങ്ങി കുറച്ചും കൂടിയും ചേർക്കാം, വേണ്ടവർക്ക് ചേർക്കാം. ഞങ്ങൾക്ക് നല്ല വല്ലാത്ത മധുരം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ താണ്ടില്ലേ മധുരം വേണ്ട വെച്ചിട്ട് പാകത്തിനാക്കിട്ടോ. അല്ല, ഇളക്കിൽ നിർത്താനേ പാടില്ല. ഇളക്കിൽ നിർത്തിയ എന്തറിയോ, ഇതിലേക്ക് അടി പിടിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അങ്ങനെ ഞങ്ങളതാ ശരിയായിട്ടോ, ഏകദേശം റെഡി ആവാറായിട്ടോ. അങ്ങനെ കൂവ പായസം റെഡിയായി കണ്ടില്ലേ, കോരിയിട്ടു. ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷം. നിങ്ങളെന്താ ഉണ്ടാക്കിച്ചെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക.